അപ്പോൾ ഞങ്ങൾ ചെരുപ്പയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് മാസ്റ്റർ പീസിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. എന്ത് സംഭവം? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ ഈ കാട്ടിൽ നിന്നൊക്കെ വരുന്ന കാണുമ്പോൾ നിങ്ങൾ എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഒന്നുമില്ല, നമ്മളിന്ന് മോണിറ്റൈസേഷൻ കിട്ടിയത് സെലിബ്രേറ്റ് ചെയ്യാനും പിന്നെ ഈ ആളെ എനിക്കറിയാമല്ലോ, മാസ്റ്റർ പീസിൻ്റെ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ നിസാർ ഭായ് ആയിട്ട് ഇന്ന് ചെറിയൊരു എൻ്റെ നാട്ടിലുള്ള മിനിയൂട്ടി, മലപ്പുറം ജില്ലയിൽ മൊറയൂരിലുള്ള മിനിയൂട്ടി എന്ന ഒരു അരിമ്പ്ര മലയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും അതുപോലെ നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ പുതിയ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ യാത്രയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മിനിയൂട്ടിയുടെ മിഡിൽ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഊട്ടിയിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സമയം ഏകദേശം 3 മണി ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഇവിടെ നല്ല തണുപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാറ് മൂടിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി മുകളിലേക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ആ മുകളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ മാപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മലപ്പുറത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങളെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം താഴേക്കും ഇവിടെയൊക്കെ ഒരുപാട് നമ്മൾ സാധാരണ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ഏരിയകൾ കാണാൻ പറ്റും. അതേപോലത്തെ ഏരിയകൾ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു താഴ് ഭാഗത്താണുള്ളത്. മുകൾ ഭാഗം അവിടെ ആയിട്ടാണ് റോഡ് വരുന്നത്. ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താഴേക്കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. നിസാർ ഭായ്, എന്താണ് ഇതിനെ ഈ ഒരു ഏരിയനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം? മിനിയൂട്ടി ആയിട്ട് തോന്നുന്നുണ്ടോ? അതെ, മിനിയൂട്ടി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഒരു ഊട്ടിയുടെ ഒരു പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ ഈ ഷൂട്ടിംഗ് ഏരിയ ഒക്കെ ആയിട്ട്. അതെ, സൗകര്യങ്ങളും കച്ചവടങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കാം ഇത്ര ഒരു വികസനം. പക്ഷെ വരും കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല, ഇവിടെ അടുത്ത് തന്നെ വരാൻ സാധ്യത ഉണ്ട് തോന്നുന്നു. ഒരുപാട് പേര് വരുന്നത്. ഇപ്പം ഈ ഒരു സമയം 3 മണി ആയിട്ടുള്ളൂ. അതാണ് സംഭവം, ഇത്രയും ആളുകളൊക്കെ കുറച്ചായിട്ട് കാണുന്നത് നിങ്ങൾക്ക്. പക്ഷേ ഈ ഒരു വൈകുന്നേരം ഈവനിങ് നമുക്ക് പോകുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ നേരത്തെ ഇറങ്ങും, കാരണം മഴക്കാലമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. മുകളിലൊരു സ്ഥലം കൂടി ഇല്ലേ? ആ, മുകളിലുണ്ട്. ചെരുപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഇനി അവിടുന്ന് കാണാം. ഓക്കെ. വേണ്ടിയിട്ട് കയറുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയൊരു പള്ളിയാണ്. ഈ മലമുകളിൽ ഇത്രയും വലിയൊരു പള്ളി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇനി പള്ളിയിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് തരാം. അപ്പോൾ അതിലെ കയറി
അതുപോലെ തന്നെ പ്രകൃതിയെ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരുപാട് കോറികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ വലിയ വലിയ കോറികൾ, നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. അപ്പോൾ ഒരുപാട് കോറികൾ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പോരുന്ന വീഡിയോ വിഷ്വൽസിലൊക്കെ കോറി ക്രെയിനുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ, വലിയൊരു ഹൈറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചെരുപ്പടിയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ചെരുപ്പടിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, വരികയാണെങ്കിൽ മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക. കാരണം ഇത്രയും നല്ലൊരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത്രയും നല്ല തണുപ്പ് കാലാവസ്ഥ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ലൊക്കേഷനിൽ തന്നെ വരണം. കേട്ടോ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ അങ്ങാണ്ട് നമുക്ക് മലപ്പുറം ജില്ലയുടെ ഏകദേശം ഭാഗങ്ങൾ മൊത്തം കാണാൻ പറ്റും. അപ്പോൾ നിസാർ ഭായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നിസാർ ഭായി, എന്താണ് കണ്ടിട്ട് തോന്നുന്നത്? ഒരുപാട് ലൊക്കേഷനിൽ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിലേറെ ഉഷാറായിട്ട് നല്ലൊരു പ്രദേശമായിരുന്നു. പക്ഷേ കല്ല്, ഇത്രയും കോറികൾ ഇവിടെ വന്നു, ഈ കല്ലെല്ലാം പൊട്ടിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മെയിൻ ഊട്ടി തന്നെ ചിലപ്പോൾ ഇതായിരിക്കാം. അതെ, അതിലേറെ ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇത് എന്നോ കുറേ മുമ്പത്തെ കാലത്ത് തന്നെ ഇവിടുത്തെ കല്ലെല്ലാം എടുത്ത് ഒഴിവാക്കി പൊട്ടിച്ചു കളഞ്ഞു. ഒരുപാട് കോറി നമ്മൾ വരുന്നിടത്തൊക്കെ അല്ലേ, നമ്മൾ ഒരുപാട് കോറീസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും അവിടെ ഉണ്ടോ? അവിടെ ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ പോരുന്ന താഴെ ഭാഗത്ത് നമുക്ക് കണ്ടു. അങ്ങനെയുള്ള ഒരുപാട് കോറീസ് അധികമായിട്ട് വരികയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ നമ്മൾ കോറിയൊക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കല്ലെടുത്ത് നമ്മൾ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, പ്രകൃതി ദിനം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും കാണാറില്ല. Hey, I got something to say. I'm just so sick of hearing everyone complain. I know it's tough and I know there's pain, but hitting bottom is the only way to change. So I'll keep hustling, you keep struggling. Bitch, I'm humbling, keep mumbling. I'll keep doubling, you keep bluffing. You've got nothing, I'll keep hustling. ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷ്വൽസൊക്കെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു മിനി ഊട്ടി തന്നെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഒരുപാട് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം നിൽക്കുന്നത്. നിസാർ ഭായ്, പൊളിച്ച് ഇത്രയും നല്ലൊരു ലൊക്കേഷൻ നിങ്ങളെല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മഴക്കാലം അല്ലേ, Gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. അപ്പോൾ ഞങ്ങളെല്ലാവരും മിനിയൂട്ടിയിൽ നിന്ന് ഇനി റിട്ടേൺ തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മാസ്റ്റർ പീസ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഒരു മൊബൈൽ ഫോണിൽ നിന്ന് 1 ലക്ഷം 1.5 ലക്ഷത്തോളം, ഇപ്പോൾ ഏകദേശം 2 ലക്ഷം അല്ലേ, 2 ലക്ഷത്തോളം ആവാനായിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോണിൽ അവരുടെ കാര്യങ്ങളും അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത മാസ്റ്റർ പീസിൻ്റെ കുറച്ച് വിശേഷങ്ങളും, അതുപോലെ തന്നെ ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പുതുതായിട്ട് വരുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇവർ ചെയ്തു വന്ന ഫോളോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിസാർ ഭായ്, എന്താണ് പുതിയ വരുന്ന യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്? സത്യം പറയുകയാണെങ്കിൽ വലിയ SLRൻ്റെ ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ സാധാരണ ഒരു മൊബൈൽ മാത്രം മതി. അതുപോലെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ മതി എഡിറ്റ് ചെയ്യാൻ. ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അതെ, പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കണ്ടൻ്റാണ് കറക്റ്റ് ആവേണ്ടത്. അതെ, ഇപ്പോൾ ഫവാസ് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്, അതേപോലെ റിവ്യൂ, ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഫവാസിന് അതിനെക്കുറിച്ച് കൂടുതൽ വിവരമുള്ളതുകൊണ്ട് ആ വിഷയം എടുത്തു. നമുക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക്സ് വീഡിയോസ് ഇടുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ താല്പര്യം കൂടും. വീഡിയോ ഇടാനുള്ളൊരു സ്ഥിരമായിട്ട് വിടാനുള്ളൊരു. ഇപ്പോൾ ഈ കണ്ടന്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ക്വാളിറ്റി നമ്മൾ DSLR വെച്ചിട്ടൊക്കെ ചെയ്യണം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. യൂട്യൂബിന്റെ പോളിസി അതാണ്, നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് വേണമെന്നാണ്, എന്നാൽ ആഡ്സ് ഒക്കെ കയറുള്ളൂ. പക്ഷെ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ
ചിലപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നോളന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് എത്തിക്കോളന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ വെറുതെ നമ്മൾ ആ ഒരു ചിലപ്പോൾ ആ മേഖലനോട് തന്നെ നമുക്കൊരു നിരുത്സാഹം വരും. അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം മൊബൈലിൽ ചെയ്ത് നോക്കുക. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ മൊബൈലിൽ തന്നെ ആപ്ലിക്കേഷൻസ് കിട്ടും, അതിൽ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇറക്കി കൊടുക്കുക. ആളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതുവരെ ചെയ്തൊക്കെ ഈ മൊബൈൽ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അപ്ലോഡിങ് ഒക്കെ മൊബൈൽ തന്നെയാണോ അതോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക? 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ അങ്ങനെ ചെയ്തു. പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങി ആളുകളുടെ കൂടുതൽ അഭിപ്രായത്തോട് കൂടി യോജിച്ച് ക്യാമറ വാങ്ങിയെന്നുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ചെറിയൊരു മടിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ യാതൊരു മടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാമറ എങ്ങനെ ഫേസ് ചെയ്യാം കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ അനുഭവം വെച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതിൽ എന്താണ് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പലരും എന്നോട് ചോദിക്കുന്നതാണ്. ചിലപ്പോൾ മടിയാണ്, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് എന്തെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു മടിയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പറയും. ക്യാമറയുടെ മുന്നിൽ നിൽക്കാറുണ്ട് മടി തന്നെയായിരുന്നു ആദ്യം. കാരണം ഓനത് 2-3 വീഡിയോകളും ചെയ്തതിൻ്റെ ശേഷം ഞാൻ ചെയ്തിട്ടില്ല. അനിസർ ഭായി ആണ് ആദ്യം ചെയ്ത്. ഓക്കെ, അതിന് കാരണം അത് തന്നെയാണ്, ക്യാമറയുടെ മുന്നിൽ നിൽക്കാം. അല്ല, ഈ മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ വേറെ ഈ സ്റ്റേജിലൊക്കെ കയറിയ ഒരു ഫീലാണോ? എന്താ സംഭവം? എന്താ സംഭവിച്ചാൽ ഞാൻ എന്താ ഈ ക്യാമറയിൽ തെറ്റുന്നതിന് ക്യാമറനോട് തന്നെ സോറി എന്നൊക്കെ പറയുന്നത്. ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഒരു പാടത്തോ അല്ലെങ്കിൽ കുറെ വിട്ടുപോയിട്ട്. ഏറും ഞാൻ കണ്ടിട്ടുണ്ട് ഫുള്ള് പാടങ്ങളിലൊക്കെയാണ്. നമുക്ക് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ഒന്നും കൂടെ കാരണം അതാണ്. നമ്മൾ ഇത് ഒരു പാടാണ്, കാരണം നമ്മൾ ലൈറ്റും കാര്യങ്ങളും DSLRും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞാൽ അതിനൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ നമ്മുടെ M4ടെക്കിലെ ജിയോ ആയാലും ഒക്കെ പാടങ്ങളിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? പാടങ്ങളിലെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഫുള്ള് ഫവാസ് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റ് നല്ല വീഡിയോ ചെയ്യാനാണ് താല്പര്യം. ഇന്ന് നമുക്ക് ലൈറ്റും കാരണം ഇപ്പോൾ ഏതായാലും ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. മഴക്കാലൊക്കെ ആകുമ്പോഴേ നമുക്ക് വീഡിയോസ് കുറയുന്നുണ്ട്. എന്തായാലും ഒരു പിന്നെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർ ഒരുപാട് പേര് അങ്ങനെ പറയും. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, നമ്മുടെ ചാനലിന് ഫവാസിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് ഫവാസിനോടും ചോദിക്കാം. എന്താ ഫവാസ്, ഇത് ഇത്ര എളുപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് തരാൻ നിങ്ങൾ എന്ത് ചെയ്തു? അതായത് ഞാൻ ചെയ്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ യൂട്യൂബായിട്ട് എത്രത്തോളം എൻഗേജ്മെന്റ് ആവുന്നു അതിനനുസരിച്ച് അവരുടെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ ചോദിക്കുന്നതല്ല, അവസാനം ഇന്നലെയാണല്ലോ നിങ്ങൾക്ക് ഇന്ന് രാവിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ കോണ്ടാക്ടോ ചെയ്തു? അത് ചെയ്തിട്ടുണ്ട്. ആയിട്ടില്ല. ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും എന്താ 4000 മണിക്കൂർ വ്യൂസ് കഴിഞ്ഞാലും നീ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞ ഈ എൻഗേജ്മെന്റ് തന്നെയാണ്. നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും അതിൻ്റെ ഇടത് സൈഡായിട്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെയിൽ അയക്കുന്ന പോലെ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ അയക്കുന്ന പോലെ ഒരു കോളം കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല, അപ്പോൾ ഞങ്ങൾ നീഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ വേണം, ഞങ്ങൾ ക്വാളിറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇൻക്ലൂഡിങ് ഒരു സ്ക്രീൻഷോട്ടും കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നേരെ മെസ്സേജ് ചെയ്യുക. മെയിൽ ചെയ്താൽ ചിലപ്പോൾ ഫസ്റ്റത്തെ മെയിലിന് ഒരു റീപ്ലൈ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ചെയ്തപ്പോഴാണ് എനിക്ക് ഇന്ന് രാവിലേക്കേക്ക് മെയിൽ വന്നു, സംഭവം ചെയ്തു. അതുപോലെ തന്നെ വളരെ സന്തോഷത്തിലാണ്. അതല്ല എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഒന്നുമല്ല, ഇത് എനാബിൾ ആയിട്ടുള്ളതാണ് എല്ലാവരും വിളിക്കുന്നവരൊക്കെ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ യൂട്യൂബിനെ കുറിച്ചൊക്കെ കുറെ വീഡിയോ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എനാബിൾ ആയിട്ടില്ലെങ്കിൽ വലിയ വിഷയമാണ്. ഗുരുക്കന്മാർക്ക് രോഗം വന്ന പോലെ ആയിരിക്കും. അതെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബുമായിട്ട് എപ്പോഴും എൻഗേജ്മെന്റ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഫോളോ അപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഇത് കിട്ടിയതിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വന്ന് ഞങ്ങളൊക്കെ ഒരു ട്രിപ്പ് നടത്തി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും ഒരു കൊളാബ് വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ടെക് ആൻഡ് ട്രാവൽ എന്നുള്ളതിൽ ട്രാവൽ വീഡിയോസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ട്രയൽ വീഡിയോ ആണ്. ഇത് മലപ്പുറം ജില്ലയിലാണ്. ഈ ഒരു മിനിയൂട്ടി നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, നിർബന്ധമായിട്ട് ഇവിടെ വരണം. സ്വന്തം നാടാണ് കേട്ടോ. എന്താവശ്യം എന്നെ വിളിക്കാം. വരുന്ന സമയത്ത് വാവാസിന്റെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇവിടെ താഴെ തന്നെയാണ് അവന്റെ വീട്. ഞങ്ങളിപ്പോൾ വാവാസിനെ വിളിച്ച് വീട്ടിൽ പോയി, അതിനുശേഷം ഇവിടെ വന്നു, ഇതെല്ലാം കാണിച്ചു തന്നു. വളരെ അടിപൊളിയായ ഒരു ട്രിപ്പായിരുന്നു. അതെ. പിന്നെ അതുമല്ല എൻ്റെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ തന്നെ നമ്മുടെ മാസ്റ്റർ പീസിന് നിസാർ ഭായും അതുപോലെ തന്നെ ആദിലിനോട് കൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാസ്റ്റർ പീസിൽ ഏതെങ്കിലും ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.